പമ്പയിൽ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമമാണിന്ന്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടകൻ. 3000-ഓളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അവകാശവാദം. ഒപ്പം തന്നെ മലയരയ മഹാസഭ ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ വിട്ടുനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം. എന്തായാലും നമുക്ക് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കൊപ്പം ചേരുന്നത് മലയരയ മഹാസഭ പ്രതിനിധി സജീവനാണ്. സജീവൻ, എന്തായാലും നേരത്തെ തന്നെ മലയരയ മഹാസഭ ഈ വിഷയത്തിൽ നിലപാട് വിശദീകരിച്ചിരുന്നതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു നിലപാട്. എന്തായാലും ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഇന്നാണ് നടക്കുന്നത്. അല്പസമയത്തിനകം ഉദ്ഘാടനം ഉണ്ടാകും. എങ്ങനെയാണ് ആ നിലപാടിൽ മാറ്റമുണ്ടോ? ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമവും പന്തളത്ത് നടക്കാൻ പോകുന്ന സംഗമവും മലയരയ സമുദായം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ ഇന്ന് നടക്കുന്ന സംഗമത്തിൽ മലയരയ സമുദായത്തിന്റെ പ്രതിനിധികൾ ആയിട്ടോ ഭാരവാഹികളായിട്ടോ ആരും പങ്കെടുക്കുന്നില്ല. അത് ഇന്നോ ഇന്നലെയോ ഞങ്ങൾ കൈക്കൊണ്ട നിലപാടുമല്ല. കഴിഞ്ഞ 75 വർഷക്കാലമായി മലയരയ സമുദായത്തിലെ ഓരോ തലമുറകളും മാറി മാറി വന്ന സർക്കാരുകളോട് അഭ്യർത്ഥിക്കുന്നതാണ് മലകളിലെ ഞങ്ങളുടെ മഹാക്ഷേത്രങ്ങളിലെ അവകാശം, ആചാരപരമായ അവകാശം, അനുഷ്ഠാനപരമായ അവകാശം, അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യം, പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം, ഇതൊക്കെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുവേണ്ടി സമുദായം നിരവധിയായ സമര പോരാട്ടങ്ങളും നിരവധിയായ പ്രക്ഷോഭങ്ങളും നിരവധിയായിട്ടുള്ള നിസ്സഹകരണങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് ലോകത്തിന്റെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മികതയ്ക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ് ലോകത്തിലെ തന്നെ ഗോത്ര ജനത. US നേറ്റീവ് പീപ്പിൾസ്, അവിടെ ലക്കോട്ട സിയൂസ് ട്രൈബ്സ്, അവരുടെ ജോയിന്റ് ആയിട്ട് വലിയ മുന്നേറ്റം 1641 മുതൽ നടത്തുന്നുണ്ട്. അതിന് സമാനമായിട്ടാണ് ഞങ്ങൾ നടത്തുന്ന ഈ മുന്നേറ്റത്തെ ഞങ്ങൾ വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നിന്നാണ് സിയാറ്റിൽ മൂപ്പൻ, ആ മുന്നേറ്റത്തിന്റെ മുന്നിൽ നിന്ന സിയാറ്റിൽ മൂപ്പൻ ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി, ഈ പുഴകളിലൂടെ ഒഴുകുന്ന ജലമെല്ലാം ഞങ്ങളുടെ പിതാക്കന്മാരുടെ രക്തമാണ്. ഈ മാമരങ്ങളുടെ മർമരങ്ങളെല്ലാം ഞങ്ങളുടെ പിതാമഹന്മാരുടെ മന്ത്രധ്വനികളാണ്. ആ മന്ത്രധ്വനികളും ആ പിതാമഹന്മാരെയും കൈവിട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് US അവിടുത്തെ ഗോത്ര ജനത, 10,000-കണക്കിന് വരുന്ന ഗോത്ര ജനത നൂറ്റാണ്ടുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും അതേപോലെ തന്നെയാണ്. ആരാണ് ഞങ്ങളുടെ ഈ അവകാശങ്ങൾ തട്ടിപ്പറിച്ചെടുത്തത്? അത് 1949 വരെ പന്തളം കൊട്ടാരം ഭരിക്കുമ്പോഴും പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവിതാംകൂർ കൊട്ടാരം ഭരിക്കുമ്പോഴും ഞങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അനുഷ്ഠാനപരമായ സ്വാതന്ത്ര്യവും അയ്യപ്പ സ്വാമിയോടുള്ള പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ശബരിമലയില് തേനഭിഷേകവും പഞ്ചലങ്കാര പൂജയും നടത്തുന്നതിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. 1950 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നതോടുകൂടി അതിക്രൂരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ട് അവരുടെ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശബരിമല അമ്പലത്തിലുള്ള പൂജാതി കാര്യങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ പുറത്താക്കി. പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് തെളിക്കുന്നതിനുള്ള അവകാശം അവർ പിടിച്ചടക്കി എന്നുള്ളതാണ്. അവിടേക്ക് ഞങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചു. ശബരിമല അമ്പലത്തിന്റെ മൂലസ്ഥാനമാണ് പൊന്നമ്പലമേട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഭക്തർക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്.
അവിടേക്ക് ഇന്ന് ഈ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനമില്ല. ഞങ്ങൾ ഈ പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരുമാനത്തിന് വേണ്ടി വിഹിതം ചോദിക്കുകയല്ല. ഞങ്ങൾക്കാരുടെയും ധനവും വേണ്ട, ഞങ്ങൾക്കാരുടെയും പദവിയും വേണ്ട, ഞങ്ങൾക്കാരുടെയും പത്രാസും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഞങ്ങളിൽ ഈശ്വര വിശ്വാസം വളർത്തുന്നതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഹാക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ കഴിഞ്ഞ 75 വർഷക്കാലമായി ഓരോരുത്തരോടും മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഈ സമയം വരെ അനുവദിച്ച് തന്നിട്ടില്ല എന്നുള്ളതാണ് ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുള്ള കാര്യം. ശബരിമല ദേവസ്വം ബോർഡിന്റെ അധീനതയിലേക്ക് വന്നതിന് ശേഷം ദേവസ്വം ബോർഡ് തന്നെ കരിമലയിൽ നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ അടിച്ച് പുറത്താക്കുകയായിരുന്നു. അരുവിക്കൽ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന പൂജാരിയായിരുന്നു കരിമലയിലെ ആരാധനാ കേന്ദ്രത്തില് പൂജ നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും ഒടുവിലത്തെ പൂജാരി. ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ മർദ്ദിച്ച് കാട്ടിൽ ഉപേക്ഷിച്ച് പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബക്കാര് 3 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോഴാണ് മൃതപ്രായനായി അദ്ദേഹം കരിമലയിൽ കിടക്കുന്നത് കണ്ടത്. പിന്നെ ആരും അങ്ങോട്ട് പോകുവാനുള്ള ധൈര്യം ആ കാലഘട്ടത്തിൽ കാണിച്ചില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം മലയരയ സമുദായത്തിൽ നിന്നുള്ള ആ ക്ഷേത്രത്തിന്റെ രേഖ അടിച്ചു മാറ്റിക്കൊണ്ടാണ് ദേവസ്വം ബോർഡ് അത് പിടിച്ചെടുത്തത്. വള്ളിയാങ്കാവ് ദേവീക്ഷേത്രം ദേവസ്വം ബോർഡിന് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ക്ഷേത്രം കൂടിയാണ്. അത് കോന്തിയപ്പൂപ്പൻ എന്ന് പറയുന്ന വ്യക്തിയോട് ആ ഒരു പേപ്പറിൽ അങ്ങോട്ടുള്ള വഴിക്ക് വേണ്ടിയുള്ള പേപ്പറാണ്, ഇതിൽ അങ്ങ് ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞ് അതിന് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതി ചേർത്ത് ദേവസ്വം ബോർഡ് പിടിയിലാക്കുകയായിരുന്നു. ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ വള്ളിയാങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് സ്ഥലം ഈ സമൂഹത്തിന് പതിച്ചു കൊടുത്തത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അവർ കേരളത്തിൽ വരികയും അവരുടെ അടുത്ത് കോന്തിയപ്പൂപ്പൻ ചെന്നപ്പോൾ ഇന്ദിരാഗാന്ധി എഴുന്നേറ്റ് നിന്ന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ച ആവശ്യം പറഞ്ഞപ്പോൾ ആ പ്രദേശത്തെ നിരവധി ഏക്കർ സ്ഥലം വള്ളിയാങ്കാവ് ക്ഷേത്രത്തിനു വേണ്ടി പതിച്ചു നൽകുകയായിരുന്നു. അതുപോലെ തന്നെ പശ്ചിമ ദേവി ക്ഷേത്രം മലയരയ സമുദായം നിർമ്മിച്ചതാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം ഇന്ന് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ 75ാമത് വർഷം ആചരിക്കുമ്പോൾ മലയരയ സമുദായം ഇന്ന് 10,000-കണക്കിന് കുടുംബങ്ങളിൽ പ്രതിഷേധ ജ്വാല തെളിക്കുകയാണ്. ഇന്ന് പ്രതിഷേധ ദിനം മലയരയ സമുദായം അധിവസിക്കുന്ന എല്ലാ ഇടങ്ങളിലും പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. ആ പ്രതിഷേധ ദിനം എനിക്ക് ഭക്തരോടും എന്നെ ശ്രമിക്കുന്ന ആളുകളോടും പറയാനുള്ളത്, പ്രതിഷേധ ജ്വാല വീടുകളിൽ തെളിക്കുമ്പോൾ അത് അവരുടെ മനസ്സിലാണ് ഈ പ്രതിഷേധം തെളിയിക്കപ്പെടുന്നത്. സ്വാഭാവികമായും അതിന്റെ അനുരണനങ്ങൾ മുന്നോട്ടുള്ള കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് തന്നെയാണ്. ഇന്നലെ ജനം ചാനൽ തന്നെ എരുമേലിയിൽ നടത്തിയ ചർച്ചയിൽ ഒരാൾ പറയുന്നത് കേട്ട് മലയരയ സമുദായം വേറൊരു സംഘപരിവാർ പക്ഷത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകളാക്കുകയോ നിങ്ങൾ ഞങ്ങളെ സംഘപരിവാറാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയ അധികാരമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നത് ആരാധനാ സ്വാതന്ത്ര്യമാണ്. ഈ കേരളത്തില് നിരവധി എല്ലാവരും കൊട്ടിഘോഷിക്കാറുണ്ടല്ലോ, ക്ഷേത്ര പ്രവേശന വിളംബരം, ക്ഷേത്ര പ്രവേശനം അതൊക്കെ തങ്ങളാണ് നേടിത്തന്നത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഞാൻ പറയുമ്പോൾ അല്പം ദീർഘിപ്പിച്ചു പോകും. എന്തെങ്കിലും ദീർഘമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇത് കട്ട് ചെയ്യാം, അതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ ചാനലെങ്കിലും എനിക്ക് തരുന്നുണ്ടല്ലോ, എന്റെ സമുദായത്തിന് തരുന്നുണ്ടല്ലോ എന്നുള്ള വലിയ സന്തോഷമാണുള്ളത്. ആഗോള അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ നടത്തുമ്പോൾ തീർച്ചയായും മലയരയ മഹാസഭയ്ക്ക് നേരെയുള്ള നീതി നിഷേധം നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള അവകാശങ്ങളും തിരികെ ലഭിക്കണം എന്നത് തന്നെയാണ് ആവശ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെ അവകാശങ്ങൾ തിരികെ ആവശ്യപ്പെടുന്നുണ്ട് മലയരയ മഹാസഭ? ഇല്ല, ഞങ്ങൾ ഇവിടെ അധികാരത്തിന് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ അല്ല ഞങ്ങൾ കഴിഞ്ഞ 75 വർഷമായി ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പല ആളുകളും ഈ നാട്ടിൽ കൊട്ടിഘോഷിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം തങ്ങളാണ് നേടിത്തന്നതെന്ന്.
അങ്ങനെയാണെങ്കിൽ ഈ സമുദായത്തിന് ചോദിക്കാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിക്കാനുള്ള അവകാശം തരുമോ? പറയണം, അതിന് മറുപടി പറയണം. കരിമലയിലെ ഞങ്ങളുടെ ആരാധന പുനഃസ്ഥാപിക്കാനുള്ള അവകാശം തരുമോ? മറുപടി പറയണം. പറയേണ്ട ആളുകൾ അതിന് മറുപടി പറയണം. മറുപടി പറയാതെ പോകുവാൻ കഴിയുകയില്ല. ശബരിമലയില് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചു തരുമോ? അത് പറയേണ്ട കാര്യമാണ്. കാരണം ശബരിമല എന്ന് പറഞ്ഞാൽ ആ ശബരിമലയുടെ ചരിത്രത്തിൽ നിന്ന് മലയരക സമുദായത്തെയോ പന്തളം കൊട്ടാരത്തെയോ ഒരു കാലത്തും മാറ്റി നിർത്തി ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ശബരിമല അയ്യപ്പ സ്വാമിയുമായി ആചാരപരമായും വിശ്വാസപരമായും സാംസ്കാരികമായും ശബരിമലയുടെ ചരിത്രവുമായി പന്തളം കൊട്ടാരത്തിനും മലയരക സമുദായത്തിനും അഭേദ്യമായ ബന്ധമാണുള്ളത്. ഇന്ന് പന്തളം കൊട്ടാരവും മലയരക സമുദായവും ഒരേ സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം അത് അയ്യപ്പ സ്വാമി സൃഷ്ടിച്ചെടുത്ത സഖ്യമാണ് പന്തളം കൊട്ടാരവും അതുപോലെ തന്നെ മലയരക സമുദായവുമായുള്ള ബന്ധം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, കൊട്ടാരത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ അവിടെ രാജപ്രതിനിധിയായിട്ടുള്ള ആദരണീയനായിട്ടുള്ള നാരായണ വർമ്മ ഞങ്ങളോട് സങ്കടത്തോടു കൂടി ഒരു കാര്യം ചോദിച്ചു. നിങ്ങൾക്ക് കരിമലകളുള്ള അവകാശം അനുവദിച്ചോ ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ എന്നേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ആ സമയത്ത് ഞാൻ പന്തളം കൊട്ടാരത്തോട് ഒരു മറുപടി പറഞ്ഞു. കാളകെട്ടി മഹാദേവ ക്ഷേത്രം ഈ കൊട്ടാരത്തിൽ നിന്ന് തന്നെയാണല്ലോ എഴുതി തന്നത്. ആ കാളകെട്ടി മഹാദേവ ക്ഷേത്രം ഞങ്ങൾ പൊന്നുപോലെ മലയരക സമുദായം ഇന്നും സംരക്ഷിക്കുന്നുണ്ട്. കൊട്ടാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ശബരിമലയുടെ ചരിത്രം സംസാരിക്കാൻ പറ്റുന്നത്? പന്തളം കൊട്ടാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കാൻ പറ്റുകയില്ല. ആ തിരുവനന്തപുരത്തെ രാജകൊട്ടാരത്തെ തിരുവിതാംകൂർ കൊട്ടാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത്? ശബരിമലയുമായി ബന്ധപ്പെട്ട എന്ത് സംഗമം ആര് സംഘടിപ്പിച്ചാലും ആദ്യമായി ആലോചിക്കേണ്ടത് പന്തളം കൊട്ടാരവും അതുപോലെ തന്നെ മലയരക സമുദായത്തിൽപ്പെട്ട ആളുകളുമായിട്ടാണ്. ഇന്നലെ എരുമേലിയിലെ ജനം ചാനൽ നടത്തിയ ചാനൽ ചർച്ചയിൽ ഒരു ചോദ്യം കൂടി ഉന്നയിക്കുന്ന കണ്ടു. പ്രബലമായ സമുദായ സംഘടനകളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടെന്നുള്ളത്. ഇവിടെ പ്രബലമല്ല, ഇവിടെ ചരിത്രത്തിനാണ് പ്രാബല്യമുള്ളത്, ചരിത്രത്തിനാണ് പ്രാധാന്യമുള്ളത്. ആ പ്രബലത ഞങ്ങൾ ഇവിടെ ആരോട് ചോദിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നത് ഈ ക്ഷേത്രങ്ങളായ മഹാക്ഷേത്രങ്ങൾ ഈ മലകളിൽ നിർമ്മിച്ചത് ദേവസ്വം ബോർഡാണോ, അതോ ഈ ക്ഷേത്രങ്ങളെല്ലാം മലകളിൽ നിർമ്മിച്ചത് മലയരക സമുദായത്തിൽപ്പെട്ടവരാണോ? ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിന്റെ സംരക്ഷണം അതിന്റെ അവകാശികളിൽ നിലനിർത്തിക്കൊണ്ട് ആ സംരക്ഷണം ഏറ്റെടുത്തത് പന്തളം കൊട്ടാരമാണോ? ഇതിനൊക്കെ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അവരാണ് ഇതിന്റെ ആത്യന്തികമായിട്ട് ഇതിന്റെ അവകാശികൾ. എന്നാൽ ഞങ്ങൾക്ക് എന്ത് അവകാശം വേണം എന്നാണല്ലോ അവിടെ നിന്നുള്ള ചോദ്യം. ഞങ്ങളുടെ അവകാശം എന്ന് പറയുന്നത് ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള മഹാക്ഷേത്രങ്ങളിലുള്ള ആചാരപരമായും അനുഷ്ഠാനപരമായിട്ടുള്ള അവകാശമാണ് സ്ഥാപിച്ചു നൽകേണ്ടത്. അത് സ്ഥാപിച്ചു നൽകാൻ ആർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങളെ പന്തളത്ത് നടത്തുന്ന ആ മഹാസംഗമത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങള് 2 സംഗമങ്ങളും സഹോദം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പന്തളത്തേക്ക് ഇന്നലെ മുതലേ ഭക്തജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിച്ചു, അവരെവിടെ താമസിക്കും? ആ ഭക്തജനങ്ങൾ താമസിക്കുന്നത് അവിടെ ക്ഷേത്രമുറ്റത്ത്, അതേപോലെ തന്നെ ആൽത്തറകളില്. അവരാണ് യഥാർത്ഥ ഭക്തർ. ആ ഭക്തർ മുഖാന്തരമാണ് ഈ ആരാധനാലയങ്ങളെല്ലാം സ്ഥായിയായി മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പന്തളം കൊട്ടാരം, ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പോ ഈ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രതിനിധിയെ ദേവസ്വം ബോർഡിലേക്ക് എടുത്തിട്ടുണ്ടോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 100 കണക്കിന് ക്ഷേത്രങ്ങള് ഇന്ന് നിലനിൽക്കുന്നത് മലയരക സമുദായം നിർമ്മിച്ച ശബരിമല ക്ഷേത്രം, എണ്ണക്കാവള്ളി ക്ഷേത്രം, നിലയ്ക്കൽ ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള അതിനെ സംരക്ഷിച്ച പന്തളം കൊട്ടാരമടക്കമുള്ള ആളുകൾ നിർമ്മിച്ച ഈ മഹാക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാന സ്രോതസ്സല്ലേ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾക്ക് ഇന്ന് വരുമാന സ്രോതസ്സായിട്ട് മാറിയിരിക്കുന്നത്. അതിലെ ജീവനക്കാർക്കുള്ള അവസരം കൊടുത്തിരിക്കുന്നത്, അവർക്കുള്ള ശമ്പളം കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്ത്
എന്ത് അധികാരവും അവകാശവുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല. ഈ സമുദായത്തിന്റെ പൗരാണികമായ അവകാശ അധികാരങ്ങൾ, ആരാധന അധികാരങ്ങൾ അത് പുനഃസ്ഥാപിക്കണമെന്നും ഇവരുടെ പരാതികൾ കേൾക്കണമെന്നും ആദരണീയനായ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മനിയാന്ന് യോഗനാഥത്തിലൂടെ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ഈ അവകാശം ഇത് ഇന്ന് ഏതുമാത്രം ആളുകൾ ഇതിനു വേണ്ടി പറയുന്നുണ്ട്. ഈ സമൂഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നുള്ളത് ആദരണീയനായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള ശ്യാംരാജ്, സീനിയർ ആയിട്ടുള്ള ഒ രാജഗോപാല് അവർ ഞങ്ങളുടെ കൂടെ 2011 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ മുമ്പിൽ വന്ന് സംസാരിച്ചതാണ് ഇവർക്ക് പൊന്നമ്പലമേട്ടിൽ ഒരു ദീപമെങ്കിലും തെളിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന്. എന്നിട്ട് അത് ഇന്ന് വരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ സമയം വരെ അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പന്തളം കൊട്ടാരത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞതാണ്, ഞങ്ങൾക്കൊരു കാറ് പാർക്ക് ചെയ്യുവാൻ പോലും പമ്പയിൽ ഞങ്ങൾ സ്ഥലം ചോദിക്കേണ്ടി വന്നു, ഒരു കാറ് പാർക്ക് ചെയ്യാൻ. അത് എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല. അപ്പോൾ ആ കുടുംബം നടത്തിക്കൊണ്ടിരുന്ന 26 മഹാക്ഷേത്രങ്ങൾ ഇന്ന് ദേവസ്വം ബോർഡ് അവരുടെ ഖജനാവിലേക്ക് വലിയ വകയിരുത്തി കഴിഞ്ഞു. എന്നാൽ ആ കുടുംബത്തിന് എന്ത് അവകാശ അധികാരമാണ് ഇന്നും ഉള്ളത്? ഒരു അവകാശാധികാരവും ഇല്ല. ആകെയുള്ളത് തിരുവാഭരണം മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. ആചാരപരമായ കാര്യമാണത്. അതും കൂടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പല സമയങ്ങളിലും നടത്തിയിട്ടുള്ളതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. ഇതാണ് സമൂഹത്തിന്റെ പാരമ്പര്യം. അപ്പൊ ഈ ചരിത്രം നമ്മൾ മറന്നുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും? മലയരയ സമുദായത്തിന്റെ അവകാശങ്ങള് അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട തന്ത്രി കണ്ഠരരും മഹേശ്വരനും, അദ്ദേഹം ഇപ്പൊ നമ്മളോടില്ല, കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു, അദ്ദേഹം അതിശക്തമായി ഒന്ന് ആവശ്യപ്പെട്ടതാണ്. 2012 2011 ആവശ്യപ്പെട്ടതാണ് ഇവർക്കുള്ള സ്വാതന്ത്ര്യം അത് കൊടുക്കണം. ഞാനിത് കണ്ടുകൊണ്ടിരുന്നതാണ്. ശബരിമലയില് ഞാൻ ഇവിടെ പൂജയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഞാനിത് കണ്ടുകൊണ്ടിരുന്നതാണ്. ഈ സമൂഹമാണ് പൊന്നമ്പലമേട്ടിൽ ദീപം തെളിച്ചിരുന്നത് എന്നുള്ളത്. പന്തളം കൊട്ടാരത്തിന്റെ നിലപാട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് പരിശോധിച്ച് നോക്കണം. പന്തളം കൊട്ടാരത്തിന്റെ ഭാഗത്ത് നിന്ന് രാമവർമ്മ രാജ അദ്ദേഹം ഇന്നില്ല. അതേപോലെ തന്നെ ശശികുമാര വർമ്മ, ഇപ്പോഴുള്ള നാരായണ വർമ്മ, ഇവരെല്ലാം അവരുടെ നിലപാട് മാറ്റാതെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് തലമുറ മാറി മാറി വന്നാലും സമൂഹത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മലയാള സമുദായം വിലയിരുത്തുന്നത് ഞങ്ങളുടെ മഹാക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തതിന്റെ 75ാമത് വാർഷികമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ആ വാർഷികാഘോഷത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ കഴിയില്ല. ഞങ്ങൾക്ക് 2 കത്തുകൾ ദേവസ്വം ബോർഡിൽ നിന്ന് വന്നിരുന്നു. 2 കത്തുകൾ ഞങ്ങൾ അയച്ചു, രജിസ്റ്റേർഡ് കത്ത് സഹിതം അയച്ചു. ഞങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ഒരു 5 മിനിറ്റ് സംസാരിക്കുവാൻ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം കിട്ടുകയില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ ദീർഘനേരം സംസാരിക്കുന്ന ആളുകളല്ല. ഇവിടെ ചാനല്, പ്രിയപ്പെട്ട ജനം ചാനൽ, എനിക്ക് സമയം അനുവദിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അതിന്റെ പോയിന്റ്സ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഞങ്ങൾക്ക് 5 മിനിറ്റ് കാര്യങ്ങൾ മതി സംസാരിക്കാൻ ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. 3-ാം തീയതിയും അതേപോലെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. 3-ാം തീയതിയും 8-ാം തീയതിയും ഞാന് സർക്കാരിനും അതേപോലെ തന്നെ അതിന്റെ ചുമതലയുള്ള ആളുകൾക്കും ഞാൻ കത്ത് കൊടുത്തത് വെറുതെയല്ല. രജിസ്റ്റേർഡ് ലെറ്ററിൽ അയക്കണമെന്ന് സംഘടനയുടെ തീരുമാനം ഉണ്ടായിരുന്നു. ആ രജിസ്റ്റേർഡ് ലെറ്ററിൽ കത്ത് അയച്ചിട്ട് അതിനൊരു മറുപടി പോലും കിട്ടിയില്ല. എന്നെ ഫോണിൽ വിളിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങൾക്ക് മകരവിളക്ക് തെളിക്കുവാൻ നിങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്രതിനിധിയെ തരാം അടുത്ത വർഷം. കേട്ടോ, ആരോടാണ് ഈ പറയുന്നത്? വാഗ്ദാനങ്ങൾ കേട്ട് മടുത്ത ഒരു തലമുറയിൽപ്പെട്ട ആളുകളോടാണ് ഇത് സംസാരിക്കുന്നതെന്ന് അങ്ങേ തലത്തിലുള്ള ആളുകൾക്ക് അത് ബോധ്യം വേണം. ആ ഒരു ബോധ്യം അവർക്ക് വേണം. ഞാൻ പറഞ്ഞു, അങ്ങനെ ഫോണിൽ കൂടെ വാഗ്ദാനമല്ല വേണ്ടത്, ഞങ്ങളെ വിളിച്ചിരുത്തിയൊന്ന് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി സമയമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, കഴിഞ്ഞ 75 വർഷക്കാലമായിട്ട് ഈ സമൂഹത്തിന്റെ മലയിലെ മഹാക്ഷേത്രങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് സമയം കിട്ടാത്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ടും
5 മിനിറ്റ് 10 മിനിറ്റ് അവർക്ക് സമയം കിട്ടുകയില്ല. ഇതിനോടകം എത്രയോ വർഷങ്ങൾ കടന്നുപോയി, എത്രയോ മാസങ്ങൾ കടന്നുപോയി, എത്രയോ ദിവസങ്ങൾ, നിമിഷങ്ങൾ കൃത്യമായി പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം തന്നെയാണ് മലയരയ മഹാസഭ ഉന്നയിക്കുന്നത്. ഇന്ന് സർക്കാരിന്റെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്നുണ്ട് പമ്പയിൽ. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഗമം എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളതാണ്. മലയരയ മഹാസഭ ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ വിട്ടു നിൽക്കുന്നുവെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിൽ നടക്കുന്ന അണിയറ കഥകളാണ് ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.